ഞാനും അതുപോലെ കൃഷ്ണകുമാറും ഷാജി അണ്ണായും ഉൾക്കൊള്ളുന്ന ഈ പഠന സമിതി കേരളത്തിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. നാളെ പാലക്കാടാണ്, 2 ദിവസം കൂടി കഴിഞ്ഞാൽ കുട്ടനാട് സന്ദർശിക്കും. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും പിന്നീട് യാത്ര ചെയ്യുന്നതാണ്. ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം കഴിഞ്ഞ കുറെ നാളുകളോളമായി കർഷക സഹോദരങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തെ ഈ നാട്ടിലെ അധികാരികളുടെ മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. യാതൊരു പ്രയോജനവുമില്ലാതെ നിസ്സഹായാവസ്ഥയിൽ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ജനസമൂഹത്തിന് ഒന്നാകെ തന്നെ ബോധ്യപ്പെടുന്നു. അവർ കഷ്ടപ്പെട്ട് കെട്ടുതാലി പോലും പണയം വെച്ച് എല്ലാവിധത്തിലും സംഭരിക്കാവുന്ന പണം മുഴുവൻ അവർ സ്വരുക്കൂട്ടി കൃഷി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞ നെല്ല് സർക്കാരിലേക്ക് എടുത്ത് അതിൻ്റെ പണം കിട്ടാൻ വേണ്ടി അവർ അനുഭവിക്കുന്ന യാതന, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് അത് വാസ്തവത്തിൽ മനുഷ്യദ്രോഹപരമാണ് എന്ന് കരുതി ഒരു സംശയമില്ല. കാരണം അവർ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയെന്നില്ല, അത് പണം കൈവശം വെച്ചുകൊണ്ട് ഒരു വ്യവസായത്തിൽ നിക്ഷേപം ഇറക്കുന്നത് പോലെയല്ല കൃഷി ചെയ്യുന്നത്. നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും അടുത്ത ആളുകളിൽ നിന്നും ഒക്കെ കടം വാങ്ങിച്ച് പണം സ്വരൂപിച്ചാണ് കൃഷി ഇറക്കുന്നത്. പക്ഷെ അവർക്കൊരു പ്രതീക്ഷ, ഈ നെല്ല് സർക്കാർ ഏറ്റെടുത്തു, ഏതാനും ദിവസങ്ങൾക്കകം അവർക്ക് അതിന്റെ വില കിട്ടും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായി. കഴിഞ്ഞ കുറെ വർഷമായി ആ പ്രതീക്ഷയെല്ലാം തകർന്നു. 1 വർഷം കഴിയുമ്പോൾ അടുത്ത വർഷമെങ്കിലും ശരിയാകുമെന്ന് വിചാരിച്ചാണ് ഈ കടം വാങ്ങി അവർ ചെയ്യുന്നത്. സർക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന നെല്ലിന് അവർക്ക് പണം കിട്ടാൻ വേണ്ടി അതിന്റെ വില നിശ്ചയിച്ച് കൊടുക്കുന്ന രസീത്, ആ രസീതാണ് ബാങ്കിൽ കൊണ്ടുപോയി വായ്പയായി ലഭിക്കുന്നത്. അത് കിട്ടാൻ തന്നെ എത്രയോ പാടുപെട്ടെങ്കിലാണ് കിട്ടുക. പക്ഷെ അത് വായ്പയായിട്ടാണ്. അതോടുകൂടി അയാളുടെ എല്ലാ സിവിലും നഷ്ടപ്പെട്ടു. അയാളുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വായ്പ പോലും എടുക്കാൻ പിന്നെ നിർത്തിയില്ല. ഒരു വലിയ കെണിയിലാണ് ചെന്നുവിടുന്നത്. ഒരു ചതിക്കുഴിയാണ് വാസ്തവം സർക്കാർ ഈ കർഷകർക്ക് ഒരുക്കുന്നത്. ആ ചതിക്കുഴി വീണ് കർഷകരിൽ നിന്ന് കയ്യും കാലും ഇട്ടടിച്ച് നിലവിളിക്കുകയാണ്. അവരുടെ രോദനമാണെന്ന് കേരളത്തിൽ കേൾക്കുന്നു. അവരുടെ കണ്ണുനീരിന്റെ മുന്നിൽ ഈ കേരളത്തിന്റെ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. പക്ഷെ ഇത് കേരള സർക്കാർ വരുത്തി വെച്ച വിനയാണ്, ഒരു സംശയമില്ല. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു MOU ഒപ്പിട്ടിട്ടുണ്ട്. ആ MOUയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ചാൽ 48 മണിക്കൂറുകൾക്കകം അതിന്റെ വില കൊടുക്കണം. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന 23 രൂപ 20 പൈസയുണ്ട്. അതോടൊപ്പം തന്നെ കേരള സർക്കാരിന്റെ ബോണസ് ഏതാണ്ട് 5.5 രൂപയുണ്ട്. അങ്ങനെ 28 രൂപ 20 പൈസയോളം. അത് 48 മണിക്കൂറിനകം കൊടുക്കണം എന്ന് ഉള്ള വ്യവസ്ഥയോടുകൂടി MOU ഒപ്പിട്ടു. ആ MOU പാലിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് സംബന്ധിക്കുന്ന കണക്കുകൾ പോലും കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കുന്നില്ല. പണം കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് വാങ്ങിയാൽ അത് സംബന്ധിച്ചുള്ള കണക്കുകൾ കൊടുക്കണം. കേരള ഗവൺമെന്റ് വകമാറ്റുകയാണ്. ഈ പാവപ്പെട്ട കർഷകർക്ക് കൊടുക്കേണ്ട തുക അത് കർഷകർക്ക് എത്തിക്കാതെ അവരെ ദുരിതത്തിൽ ആഴ്ത്തി, അവരെ ദുരിത കയത്തിലാക്കി ചതിക്കുഴിയിൽ വീഴിച്ച് ആ പാവങ്ങൾക്ക് കൊടുക്കേണ്ട പണം മുഴുവൻ വകമാറ്റുക.
എന്തൊരു ദ്രോഹമാണ് ഈ കാണിക്കുന്നത്. കേരള ഹൈക്കോടതി ഒരു കേസിൽ വളരെ വ്യക്തമായി ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കർഷകർ അത്യധ്വാനം ചെയ്ത് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് നെല്ലെന്ന് പറയുന്നത്. അതിൽ അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പുതുള്ളികളുണ്ട്. ആ പണം കഴിയും വേഗം കൊടുക്കണം എന്ന് ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കണക്കാക്കാതെ വളരെ അങ്ങേയറ്റം ഉദാസീനതയോടുകൂടി വളരെ നിഷേധാത്മകമായ നയമാണ് കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഒരു രോഷമാണ് ഇന്ന് കർഷകരിൽ കാണുന്നത്. ഞങ്ങൾ ഇന്നിവിടെ കർഷകരെ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന നിവേദനങ്ങൾ ഒരു വലിയ കെട്ടുണ്ട്. ഓരോ കർഷകർക്കും പ്രത്യേകം പ്രശ്നങ്ങളാണ്. ചിലർക്ക് വെള്ളം പമ്പ് ചെയ്ത് കൃഷിസ്ഥലത്ത് എത്തിക്കാൻ വയ്യാത്തതിന്റെ പ്രശ്നം. ഇന്ന് വാസ്തവത്തിൽ ഈ കോളനിലങ്ങൾ എന്ന് പറയുന്നത് 30,000-ഓളം ഹെക്ടർ കോളനിലാണ്. അത് ഉള്ള ഏക ജില്ലയാണ് ഈ തൃശ്ശൂർ എന്ന് പറയുന്നത്. വളരെ എത്രയോ പ്രത്യേകതയുള്ളൊരു ജില്ലയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൃഷി മാത്രമേ ഇറക്കാൻ പറ്റൂ. അതിനുവേണ്ടി അതിന്റെ പണം കിട്ടാൻ വേണ്ടി അവർ നെട്ടോട്ടത്തിലാണ്. ഒരു കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേസമയം പാലക്കാട് മറ്റൊക്കെ 2 കൃഷി ചെയ്യാം, 3 കൃഷി ചെയ്യാം. കുട്ടനാട് സാധിച്ചേക്കാം. പക്ഷെ കോളനിലങ്ങൾ എന്നുള്ള നിലയ്ക്ക് പരിധികളും പരിമിതികളുമുള്ള ഈ തൃശ്ശൂർ ജില്ലയിലെ കർഷകർ അവരോട് എന്തിനീ അനീതി കാട്ടണം? ഈ MOUവിനെ കുറിച്ച് കൃഷിമന്ത്രിക്ക് എന്ത് പറയാനും അല്ലെ മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാൻ കഴിയുമോ? ഇത്തരത്തിൽ ദ്രോഹ നടപടികൾ സ്വീകരിച്ച് എപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് ഈ കർഷകരെ കബളിപ്പിക്കുകയും അവരെ ഒരു തരത്തിൽ ഇരുട്ടിൽ നിർത്തുകയും ചെയ്യുന്ന ഈ നടപടി ഒരിക്കലും വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. ഇവിടെ ഇതുകൊണ്ടൊക്കെ രക്ഷപ്പെടുന്നവരാരാണ്? ഈ നടപടി കൊണ്ട് രക്ഷപ്പെടുന്ന മില്ലുകാരാണ്. അവർക്ക് ഈ നെല്ല് മുഴുവൻ കിട്ടുകയാണ്. ഈ നെല്ല് മുഴുവൻ കിട്ടിയ അവർ കുത്തി അവരെ അരിയാക്കി പാക്കറ്റുകളിലാക്കി ഒക്കെ വിപണിയിലെത്തിക്കുക. അവർക്ക് പണം കിട്ടുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ട് റേഷൻ വഴി ഒക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം എത്രയോ വേണമെങ്കിൽ അതൊക്കെ സപ്ലൈകോ വാങ്ങുന്നു. ഇതെല്ലാം ഇതിനിടയിൽ നടക്കുന്നു. കേരളത്തിലെ കർഷകരുടെ പ്രശ്നമാണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം. കേരളത്തിലെ ജനങ്ങൾക്ക് കഴിക്കാൻ 46 ലക്ഷം ടൺ അരി വേണം. പക്ഷെ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത് 8-9 ലക്ഷം ടൺ അരിയാണ്. 15.5 ലക്ഷം ടൺ അരി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ കേരളത്തിലെ ഈ ഭക്ഷ്യരംഗം എങ്ങനെയാണ് അത് സ്വസ്ഥമായി സുഭിക്ഷമായി യാതൊരുവിധ പ്രതിബന്ധങ്ങളുമില്ലാതെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ടേക്ക് പോവുക? മനുഷ്യന് കഴിക്കാൻ ആഹാരമാണ് വളരെ പ്രധാനം. ആ വക കാര്യങ്ങളിൽ എല്ലാം മറന്ന് എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് ഒരു കാവലാന്മാരായി ഭക്ഷ്യരംഗത്തെ കാവലാന്മാരായിട്ടാണ് നമ്മുടെ കർഷകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് കാണിക്കുന്ന ഈ അവഗണനയുടെ എത്രയോ ഉദാഹരണങ്ങൾ ഇന്ന് കർഷകർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പലവിധ പ്രശ്നങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇറിഗേഷന്റെ പ്രശ്നമുണ്ട്. ഇറിഗേഷൻ നടക്കുന്നില്ല. പലയിടത്തും അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ക്വാളിറ്റി ഇല്ലാത്ത വിത്ത് കൊടുക്കുന്നത് കൊണ്ട് കർഷകർ ബുദ്ധിമുട്ടുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി ആ വിത്ത് കൊണ്ടുവന്ന് വിതയ്ക്കുമ്പോൾ പലതും കിടക്കുന്നു പോലുമില്ല. നല്ല ഇനം വിത്ത് കൊടുത്തുകൂടെ? അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ കർഷകർക്ക് ഈ വക പ്രശ്നങ്ങളില്ലല്ലോ. ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനത്ത് അവർ 32 രൂപ കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതിന് പുറമെ ബോണസായിട്ട് കൊടുക്കും. അപ്പോൾ ഈ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? അതിന് സമാധാനം പറയേണ്ടതാണ്. ഈ കർഷകരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കർമ്മ പദ്ധതി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ചുകൊണ്ട് രൂപം നൽകിക്കൊണ്ട് ഈ കർഷകരെ സംസ്കരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചേ മതിയാകും. ഈ കേരളത്തിലെ കർഷകരെ എല്ലാം
കണ്ട് അവരുടെ പ്രശ്നങ്ങൾ നേരിൽ കേട്ടതിന് ശേഷം കേന്ദ്ര മന്ത്രിമാർ പ്രഹ്ലാദ് ജോഷി കേന്ദ്ര സിവിൽ സപ്ലൈസ് മന്ത്രിയാണ്, കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അങ്ങനെ പല മന്ത്രിമാരെയും നേരിൽ കണ്ട് കേരളത്തിന്റെ വിഷയങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. അവരെ കേരളത്തിലേക്ക് ക്ഷണിക്കും. കാരണം ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ കേരളത്തിൽ ഒരു കർഷകൻ പോലും തങ്ങൾ അധ്യധ്വാനം ചെയ്തുണ്ടാക്കുന്ന തങ്ങളുടെ ഉൽപ്പന്നത്തിന് പണത്തിനു വേണ്ടി നെട്ടോട്ടമോടി മാസങ്ങളോളം ഓടി സ്വയം തകർന്നു പോകുന്ന ദയനീയമായ പരിതാപകരമായ അവസ്ഥ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇടപെടുന്നത്. കേരളത്തിലെ കാർഷിക രംഗം അനുദിനം തകർച്ചയിലേക്കാണ്. 2020-21 6,26,000 മെട്രിക് ടൺ ഈ ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്നു. അതിനു മുമ്പ് 8 ലക്ഷവും 9 ലക്ഷവും ഉണ്ടായിരുന്നതാണ്. പക്ഷെ 2023-24 ആയപ്പോഴേക്കും അത് 5,30,000 കുറയുകയാണ്. അതേസമയം ഭാരതത്തിൽ മൊത്തം ഇന്ത്യയിൽ 2020-21 12,43,68,000 മെട്രിക് ടൺ ഉത്പാദിപ്പിച്ചു. 23-24 ആയപ്പോഴേക്കും അത് 13,78,25,000 മെട്രിക് ടണ്ണായി ഭാരതത്തിൽ ഒട്ടാകെ. അപ്പൊ ഭാരതത്തിൽ മൊത്തം കണക്ക് നോക്കുമ്പോൾ ഭക്ഷ്യോത്പാദനം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇടിയുകയാണ്. അതിന്റെ കാരണം കാർഷിക വൃത്തിയിൽ നിന്നും കർഷകർ പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ അപകടകരമായ ഒരു സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടുകൂടി കാണണം. ഉൽപാദനവും അതുപോലെ തന്നെയാണ്. ഒരു ഹെക്ടറിൽ 2020-21 ഒരു ഹെക്ടറിൽ 3,105 കിലോ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ 21-24 ആയപ്പോഴേക്കും ഒരു ഹെക്ടറിൽ 2,963 കിലോയാണ് കുറയുകയാണ്. അതേസമയം ദേശീയ ശരാശരി 2021 ഭാരതത്തിന്റെ മൊത്തം ശരാശരി 2,717 കിലോ ആയിരുന്നു ഒരു ഹെക്ടറിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ അത് 2,882 കിലോ ആയി. അപ്പൊ ദേശീയ തലത്തിൽ നോക്കുന്ന സന്ദർഭത്തിൽ വികസിക്കുന്നുണ്ടെങ്കിലും കാർഷിക രംഗം മെച്ചപ്പെടുന്നുണ്ടെങ്കിലും കേരളത്തിൽ വളരെ അപകടകരമായ നിലയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു രാഷ്ട്രീയപരമായ ഒരു വ്യതിരിക്തമായ ഒരു വിദ്വേഷത്തിന്റെ പേരിലോ എതിർപ്പിന്റെ പേരിലല്ല പറയുന്നത്. ഇതൊരു പൊതുജന താല്പര്യ വിഷയമാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി. പല ഘട്ടങ്ങളിലും അവരുടെ പ്രശ്നം ജീവൽ പ്രശ്നമാണ്. ആ പ്രശ്നം ഉന്നയിക്കുമ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാരിന്റെ മുന്നിൽ ഈ കർഷകരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഉള്ള ഒരു മുന്നേറ്റം ഈ കേരളത്തിൽ അനിവാര്യമായി തീർന്നിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഭാരതീയ ജനതാ പാർട്ടിയെ ഇത്തരത്തിൽ ഒരു കാര്യത്തിന് മുൻകൈയെടുക്കാൻ പ്രേരിപ്പിച്ചത്. രണ്ടാഴ്ചക്കോ നാളെ പാലക്കാടാണ്, അത് കഴിഞ്ഞാൽ കുട്ടനാടാണ്, പിന്നീട് മറ്റ് ജില്ലകളിൽ കൂടി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കൂടി. സ്റ്റേറ്റാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റിന് കഴിയുന്നില്ലെങ്കിൽ സെൻട്രലിനെ കൊണ്ട് ഏറ്റെടുക്കാനുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യമുണ്ട്. ഇന്ന് കർഷകരിൽ 100% ആളുകൾ ആവശ്യപ്പെട്ടത് കേന്ദ്രം
ഈ നെല്ല് സംഭരണ ഏറ്റെടുക്കണം. ഞാൻ ഉറപ്പൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കർഷകരിങ്ങനെ ചിന്തിക്കും എന്നുള്ള വിവരം കേന്ദ്രത്തെ ധരിപ്പിക്കും. ഒറ്റ കർഷകൻ പോലും ഇതിൽ പറഞ്ഞില്ല. ആ ഒരു അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. കാരണം കേന്ദ്രം അത് പല ഏജൻസികളുണ്ട്. കേന്ദ്രത്തിൽ നേരിട്ട് വന്ന് നെല്ല് വാങ്ങിക്കാൻ കഴിയുന്ന ഏജൻസികളുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളും ചെയ്യുന്നുണ്ട്. അതൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ വേണം എന്നുള്ള ആവശ്യം ഇവിടുത്തെ കർഷകരിൽ നിന്നും ശക്തമായിട്ട് വരിക. അതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധ്യമല്ല. കേന്ദ്രത്തിന്റെ മുന്നിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള ഞങ്ങളുടെ ജോലി ഞങ്ങളത് ചെയ്യും. കാരണം വ്യക്തമാണ്, MOU ഒപ്പിട്ടിട്ടുണ്ട്. ആ MOU എന്തിന് ലംഘിക്കണം? അതേക്കുറിച്ച് എന്തുകൊണ്ട് സാധനം പറയുന്നത്? എപ്പോഴും പറയുന്ന കേന്ദ്രം പണം തരുന്നില്ല എന്നാണ്. കർഷകർ ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവരുടെ ആവലാതികളും ആക്ഷേപങ്ങളും പറയുമ്പോൾ കേരളത്തിന്റെ സർക്കാർ പറയുന്നത് അത് കേന്ദ്രം പണം തരാത്തതുകൊണ്ടാണ്. ഈ പച്ചക്കള്ള എത്ര നാളിങ്ങനെ പറയും? ആരെ തെറ്റിദ്ധരിപ്പിക്കാണ്? MOUയുടെ കോപ്പി എന്റെ കൈവശമാണ്. അതിൽ വ്യക്തമായിട്ട് കത്തിന്റെ നമ്പരും കാര്യങ്ങളും ഈ കേരള ഗവൺമെന്റ് കേന്ദ്രത്തിൽ നിന്നും അയച്ചിരിക്കുന്ന കത്തിന്റെ നമ്പരും ഡേറ്റും എല്ലാ വിവരങ്ങളും. ഒരു MOU ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? കേരള ഗവൺമെന്റ് ബാധ്യതയില്ലേ? അതായത് MOUയുടെ സ്റ്റേറ്റ് ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്ന MOUവിന്റെ 5ാമത്തെ പാരഗ്രാഫ്, ദ പേയ്മെന്റ് ഓഫ് MSP and bonus, if any, is to be made directly to farmers' bank accounts online through procurement system by the state government or its agencies, probably within 48 hours of purchase of paddy. The state agencies shall ensure use of EAT module of PFMS while making the payment as mandated by the Ministry of Finance, Government of India. Payment നടത്തേണ്ടത് എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു.